ആദ്യ സിനിമാ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിജയ് ദേവരങ്കോണ്ടയുടെ ഏറ്റവും പുതിയ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്കും ടീസറുമാണ്. റാണ ബലി എന്നാണ് പടത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ ശ്യാം സിംഗാറോയ് എന്ന് പറഞ്ഞാണ് ഈ സിനിമ. അതുപോലെ തന്നെ നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിൻ്റെ പ്രേത സിനിമയായ ടാക്സി ബലി എന്നീ 2 സിനിമകളുടെ ഡയറക്ടറാണ് നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിൻ്റെ അടുത്ത സിനിമ എടുക്കുന്നത് റാണ ബലി. പടത്തിലെ നായകി നമ്മുടെ രശ്മിക മന്ദാനയാണ്. ഒരു അടിപൊളി കോംബോ തന്നെയാണത്. മ്യൂസിക് അജയ് അതുല എന്നിവരൊക്കെയാണ്. പടം റിലീസിന് വരുന്ന ഈ വർഷം തന്നെയാണ്, സെപ്റ്റംബർ മാസം 11-ാം തീയതി. ടീസർ കണ്ടു നോക്കുക, യൂട്യൂബിലുണ്ട്. ഫസ്റ്റ് ലുക്ക് എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. ട്രോളന്മാർ ട്രോളുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ഡെബ്യൂട്ട് തമിഴ് സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ നല്ലൊരു മെയിൻ റോളായിട്ട്. പടത്തിൻ്റെ പേര് റാവടി എന്നാണ്. ഒരു അടിപൊളി ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ ഒരു ടീസർ വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം ഈ വർഷം തന്നെയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അടിപൊളി പോസ്റ്റർ തന്നെയാണ്. ബേസിൽ ജോസഫ്, അക്ഷയ് കുമാർ എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. ഡയറക്ഷൻ വിഘ്നേഷ് എന്ന് പറഞ്ഞ പുതിയ ഡെബ്യൂട്ടാണ്. പിന്നെ ജെൻ മാർട്ടിനാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അടുത്ത പടമാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് റൗഡി ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ റിലീസ് ഈ വർഷം സമ്മറിനാണ്. ഒരു അടിപൊളി പോസ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത്. മ്യൂസിക് ചെയ്യുന്നത് രേവയാണ്. ഡയറക്ഷൻ നമ്മുടെ കാർത്തിക് ജി കൃഷാണ്. ടക്കാർ എന്നാണ് പുള്ളീൻ്റെ കഴിഞ്ഞ സിനിമ. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ നല്ലൊരു സിനിമ തന്നെയായിരിക്കും. ഒരു കോമഡി എൻ്റർടൈനർ സിനിമയായ റൗഡി ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടൻ്റെ 367ാമത്തെ സിനിമേൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സിനിമേൻ്റെ സംവിധായകൻ വേറെ ആരുമല്ല, വിഷ്ണു മോഹനാണ്. സിനിമ നിർമ്മിക്കുന്ന ഗോകുലം മൂവീസ് ആയിരിക്കും. സിനിമേൻ്റെ കഥ വരാൻ പോകുന്നത് നമ്മുടെ യുക്രൈൻ വാർ നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞ മെഷീൻ. 2022-ലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് പടത്തിൻ്റെ കഥ വരാൻ പോകുന്നത്. ഫസ്റ്റ് ലുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പടത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ റിവീൽ ചെയ്യുന്നുണ്ട് സിനിമേൻ്റെ പ്ലോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമേൻ്റെയാണ്. പാട്രിയോട്ട് സിനിമേൻ്റെ ആദ്യ ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതും എല്ലാ ക്യാരക്ടേഴ്സും ആയിട്ടുള്ളതും റിലീസ് ചെയ്ത് ഉൾപ്പെടെയായിട്ട്. ഏപ്രിൽ മാസം 23-നാണ് പടം ഗ്രാൻഡ് റിലീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു പടത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പോസ്റ്റേഴ്സ് ഓരോ മണിക്കൂറിലുമായിട്ട് പുറത്തിറങ്ങിയത്. എല്ലാവരുടെയും നടന്മാരുടെ പോസ്റ്റേഴ്സ് അടിപൊളി തന്നെയായിരുന്നു. ആ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ റിലീസ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മനസ്സിലാവാത്ത രീതിയിൽ ഡോട്ടായിട്ട്. അതൊരു കോഡ് ലാംഗ്വേജ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ മമ്മൂട്ടി ഈ ഒരു പോസ്റ്റേഴ്സ് റിവീൽ ചെയ്തത് വളരെ അടിപൊളിയായിട്ടാണ്. മമ്മൂട്ടീൻ്റെ പേജിലായിരുന്നു നമ്മുടെ ലാലറ്റിൻ്റെ പോസ്റ്റ് വന്നത്. ലാലറ്റിൻ്റെ പേജിലായിരുന്നു മമ്മൂക്കിയുടെ പോസ്റ്റ് വന്നത് ഈ പാട്രിയോട്ട് സിനിമേൻ്റെ. അതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. സുഷിൻ ശ്യാമാണ് പടത്തിൽ മ്യൂസിക് ഡയറക്ഷൻ. നമ്മുടെ മഹേഷ് അനനാണ്. ഏപ്രിൽ 23-ന് കാണാം നമുക്ക്. എന്തായാലും മമ്മൂക്കിയുടെ 100 കോടി അടിക്കുമോ എന്ന് കൺഫേം ചെയ്യപ്പെടുത്തുക. നമ്മുടെ ജോർജ് ജോർജ് അതുപോലെ തന്നെ ലിജോ മോൾ ജോസിൻ്റെ ഒരു അടിപൊളി ഫീൽ ഗുഡ് സിനിമ വരുന്നുണ്ട്. ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും അജാ സുന്ദരി എന്നാണ് പടത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഡയറക്ഷൻ ഒരു പുതിയൊരു ഡെബ്യൂട്ടായൊരു സംവിധായകനാണ്, മനു ആൻ്റണിയാണ്. മ്യൂസിക്കും പുതിയൊരാൾ തന്നെയാണ്. ദുർമുഖ്യ എന്നാണ് പേര്. എന്തായാലും റിലീസ് ഈ വർഷം ഉടൻ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കരിക്കിൻ്റെ ആദ്യ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കരിക്കിൻ്റെ ഒരു സിനിമ ബിഗ് സ്ക്രീനിലോട്ട് വരികയാണ്. എന്തായാലും ഷൂട്ട് ഫെബ്രുവരി മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അടുത്ത മാസം 20-ാം തീയതി. എന്തായാലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ പൂജേൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ കരിക്കിൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഡോക്ടർ അനന്തപുരി പ്രൊഡക്ഷൻ ഹൗസിൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലുമായിട്ട് ഒരേ സമയത്ത് പുറത്തു വരുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് കൈദി 2 സിനിമ ആരാധകർക്കാണ് ഒരു ആശ്വാസ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകേഷ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു സിനിമയെ കുറിച്ച് ഒരു സ്റ്റേജ് വെച്ചിട്ട് പടം പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ട്. പുള്ളി അത് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഈ കൈദി 2 മാത്രമല്ല, വിക്രം 2, റൊളക്സ് ഒക്കെ പുള്ളി ചെയ്യും. പക്ഷെ നിലവിലെ അല്ലു അർജുൻ്റെ സിനിമയ്ക്ക് ശേഷം മാത്രമാണ് ഇനി കൈദി 2 ചെയ്യുക എന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും പുള്ളി ഈ സിനിമ ചെയ്യാതിരിക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പുള്ളി തന്നെയാണ് നമ്മുടെ രജനീകാന്തിൻ്റെ കൂലി സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അല്ലു അർജുൻ സിനിമ. ഇനി ഈ അല്ലു അർജുൻ സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ അടിക്കാൻ പോയി ആള്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ഈ പടം വരുമോ ഇല്ലയോ എന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദിലീപിൻ്റെ 152ാമത്തെ സിനിമേൻ്റെയാണ്. വിഷു റിലീസാണ്. ഈ സിനിമ എന്തായാലും റിലീസ് ചെയ്യും. പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജഗൻ ഷാജി കൈലാസാണ് പടം സംവിധാനം ചെയ്തത്. വിഷു പ്രമാണിച്ച് റിലീസ് പ്ലാൻ ചെയ്യുന്ന ഏപ്രിൽ മാസം. കാത്തിരിക്കാം നമുക്ക് ദിലീപിൻ്റെ ഒരു പടത്തിനായിട്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.